സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് പറയുകയാണ്, സമ്പന്നന്മാർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതായത് പണമുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല എന്ന്. അതായത് എൻ്റെ ആവശ്യത്തിനുള്ള പണമെല്ലാം എൻ്റെ കൈവശമുണ്ട്, മറ്റാരുടെയും ആശ്രയമില്ല എന്ന് ചിന്തിക്കുന്നവനാണ് സമ്പന്നൻ. കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് സമ്പന്നനാകണമെന്ന് നിർബന്ധമില്ല. സമ്പന്നൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും ആവശ്യം എനിക്കില്ല, ദൈവമല്ല ഇതൊക്കെ തരുന്നത്, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നവനെയാണ് സമ്പന്നൻ എന്ന് പറയുന്നത്. അല്ലാതെ കുറേ ജോലി ചെയ്തു നല്ല സ്ഥിതിയിലുള്ള ഒരു സമ്പന്നരായിട്ടുള്ളവരെ അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ നയിക്കുന്നു, എന്നെ പരിപാലിക്കുന്നു, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു, അവരെയാണ് നല്ല രീതിയിലുള്ള സമ്പന്നൻ എന്ന് പറയുക. അല്ലാത്തവരെയും കഴിഞ്ഞൊരു ചെറിയ സ്പേസ് ഇട്ടിട്ട് ബാക്കി വായിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ആട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമോ, നമുക്ക് എന്ത് സംഭവിക്കണം? എനിക്കുള്ളതെല്ലാം ദൈവം നൽകിയതാണ്, ഇനിയും എന്നെ ഉയർത്തും, എന്നെ വളർത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവർക്ക് സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് സാധിക്കും. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. അല്ലാതെ എല്ലാം എനിക്കുണ്ട്, എനിക്കിനി ആരുടെയും ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള അവസ്ഥയിൽ വ്യാപരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.